ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പ്രഗ്നൻസിയുടെ 3rd ട്രൈമസ്റ്ററിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇടയ്ക്ക് ഗസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് പറ്റും പോലെയൊക്കെ ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്കാനൊക്കെ കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ ഒരു സ്കാനിൻ്റെ ഒരു ബേബിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് ഒരു പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തു. ഈ ഒരു വെക്കേഷനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ വീട് നിന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാലും ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആ ഒരു ഇതിൽ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ലൈക്ക് ഒരുപാട് അങ്ങനെ സ്പെൻഡ് ചെയ്യാനും അങ്ങനെ ഒന്നും പോവാണ്ട് നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ്, ഒരു ടൈം പാസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് എഗ്ഗ് ഷെൽസ് വെച്ചിട്ടാണ്. എഗ് ഷെൽസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട്, പക്ഷേ ഇത് നമ്മൾ ഭയങ്കര മൈന്യൂട്ടായിട്ട് ചെയ്യണം. മുട്ടയുടെ തോടെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. അപ്പം ഓരോ ഇതും പതുക്കെ എടുത്ത് വാഷ് ചെയ്യണം. പിന്നെ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ചെയ്തതാണ് ഇത്. നമ്മളുടെ തേങ്ങര ചിരട്ട വെച്ചിട്ട് ചെയ്തതാണിത്. ഇതും അതുപോലെ തന്നെ ഒരു കപ്പ് വന്നിട്ട് ഞാൻ എംസിയിലും അതൊക്കെ ഉപയോഗിച്ചിട്ട് പെയിൻറ്റിങ്ങും അതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇത് പിന്നെ വിളക്ക് മേടിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ പെയിൻറ്റ് ചെയ്തതേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെയാണ്. ക്ലേ പോട്ട്, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തു. അപ്പോൾ എഗ് ഷെൽസ് ഓരോരോ ഇമോജീസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഓരോരോ റിയാക്ഷൻസും ഓരോരോ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെയുള്ള ഓരോരോ ഇമോജീസ് ആണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി വാഷ് ചെയ്ത് നമുക്ക് ഫുള്ള് ഡ്രൈ ആക്കാനായിട്ട് ഒരു 2 days വേണം. നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം. അതിന് ശേഷം നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ആ ഒരു ഫസ്റ്റ് ഒരു കോട്ട് നമ്മൾ മഞ്ഞ, യെല്ലോ കളർ എല്ലാത്തിലും കൊടുത്തു വെച്ചു ഞാൻ. എന്നിട്ടാണ് ഓരോരോ ഫേസസ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത്. ലൈക്ക് ഒരു ലവിൻ്റെയും ചിരിക്കുന്നതും സങ്കടം വരുന്നതും ഓരോരോ ഇമോഷൻസാണ്. ലൈക്ക് നമ്മൾക്ക് തന്നെ ഞാൻ ആക്ച്വലി ഇത് ഉണ്ടാക്കാനുള്ളൊരു കാരണം തന്നെ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഹോർമോൺ ചേഞ്ചും എല്ലാം കൊണ്ട് ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു. അത് എസ്പെഷ്യലി ഒരു സെക്കൻഡ് പ്രഗ്നൻസി ആഫ്റ്റർ 10 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫിക്കൾട്ടായിരുന്നു എനിക്ക്. അപ്പം ഓരോരോ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ വരും. നമുക്ക് സങ്കടം വരും, സന്തോഷം വരും, അല്ലെങ്കിൽ ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് ഭയങ്കര കരച്ചിൽ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒന്നൊന്ന് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മൈൻഡും കൂടെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ്. നമുക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ അത് ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വെക്കേഷനിൽ ചെയ്ത ഒരു ക്രാഫ്റ്റാണ് എഗ്ഗ് ഷെല്ല് കൊണ്ടിട്ടുള്ള ഒരു പെയിൻറ്റിങ് ഓർ ക്രാഫ്റ്റ് എന്ന് പറയാം. പിന്നെ ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പെൻഗ്വിൻസ്, അതുപോലെ തന്നെ എഗ് ഷെൽസിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. കുഞ്ഞു കുഞ്ഞു പെൻഗ്വിൻസ്. ഏകദേശം ആ ഒരു പെൻഗ്വിൻ ഷേപ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ. ഞാനങ്ങനെ ഓവറായിട്ട് വലുതായിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ, പക്ഷേ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ലൈക്ക് ഐ ആം ലൈക്ക് ട്രൈങ് ടു ഡു. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ഇതൊരു തഞ്ചാവൂർ ബൊമ്മ എന്നൊക്കെ പറയാം നമുക്ക്, തലയാട്ട് ബൊമ്മ. സോ അത് എഗ് ഷെൽസ്. പിന്നെ ഇടയ്ക്കൊരു കാർഡ്ബോർഡിൻ്റെ ഒരു ഇതൊക്കെ വെച്ച്, പിന്നെ ത്രെഡ് വെച്ചിട്ടാണ് ഈ മുടി ഞാനിങ്ങനെ പിന്നി 2 സൈഡ് ഇങ്ങനെ കെട്ടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡോളാണ് കേട്ടോ. നമുക്ക് ഗേൾസിന് കൂടുതലും ഈ ഡോള് ഇങ്ങനെ ക്യൂട്ടായിട്ട് ടെഡ്ഡി ബിയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒരു നമസ്തേ പറയുന്നതായിട്ട് പാവാടയും ബ്ലൗസും ഇട്ടിരിക്കുന്ന ഒരു തലയാട്ട് തഞ്ചാവൂർ ബൊമ്മ അവിടെയൊക്കെയാണ് കൂടുതലും കാണപ്പെടുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പോയി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും പോലെ അങ്ങനെ ഒരു 3 ഷെൽസ്, കോക്കനട്ട് ഷെൽ വെച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തത്. അത് പക്ഷേ ഇതിന് കുറേ സമയമെടുത്തു. ബിക്കോസ് ആ ഷെൽ ക്ലീൻ ചെയ്യാൻ തന്നെ നമുക്കൊരു 2 days വേണം. അതിനുള്ള എല്ലാം അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇത് ഒരു കപ്പാണ്, കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്ത ഒരു കപ്പാണ്. കോക്കനട്ട് ഷെല്ല് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ കോക്കനട്ട് പൊട്ടിക്കുമ്പോഴും എക്സാക്ട്ലി ഒരു ഷേപ്പൊക്കെ നമുക്ക് കിട്ടണം. അല്ലാതെ എങ്ങനെയെങ്കിലും ഒരു കറക്റ്റായിട്ടുള്ളൊരു സർക്കിൾ കിട്ടിയില്ലെങ്കിലും ഭയങ്കര ഡിഫിക്കൾട്ടാണ് ചെയ്യാനായിട്ട്. എംസിയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു താഴത്തെ ആ ഒരു കാല് ഈ കപ്പിൻ്റെ നേരെ ഇങ്ങനെ നിൽക്കാനായിട്ടൊരു 3 ഇത് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരിതും
അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ പെയിൻറ്റിങ് നോർമൽ നമ്മൾ ചെയ്യും പോലെ തന്നെ വാർലിയുടെ ഒരു പെയിൻറ്റിങ്ങാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളത്. ഇത് പിന്നെ ഒരു പഴയ ഒരു വിളക്ക് ഇവിടെ മണ്ണിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് താഴെ ഒരു ലെയർ ഓഫ് ഒരു ബാൻഡും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതാണ്. സോ എന്താ പറയുക, ഈ ഒരു വെക്കേഷനിൽ എനിക്കും അതുപോലെ തന്നെ മോൾക്കും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമല്ലോ. അത് എസ്പെഷ്യലി നമ്മൾ വെക്കേഷനിൽ എവിടെയും പോകാറില്ല. ലക്കി പീപ്പിൾസാണ് എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ഡേയ്സ്, കോളേജ് ഡേയ്സിലൊക്കെ ഞാനും വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴ് എൻ്റെ മോളുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. ഏകദേശമൊക്കെ വീട് മാത്രം തന്നെയാണ്. പിന്നെ ഈ ഒരു വെക്കേഷനിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റൽ വീട്, ബ്ലഡ് ടെസ്റ്റ്, സ്കാന് അങ്ങനെയൊക്കെ കുറേ ആയി. പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാനിങ്ങനെ ക്രാഫ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ സെർവൻ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ജോലികളുണ്ട്. കിച്ചണിലും കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വെക്കേഷൻ പെട്ടെന്ന് അങ്ങ് പോയി കിട്ടി. ഇപ്പോൾ ഇതാ സ്കൂളൊക്കെ തുറന്നു, 2-3 ദിവസം ആയിട്ടുണ്ട് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ അപ്പോൾ അവൾക്ക് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് അവൾക്കും ലൈക്ക് ഷീ ഈസ് ലൈക്ക് വെരി മച്ച് എക്സൈറ്റഡ് ടു ഡൂ സം കൈൻഡ് ഓഫ് ക്രാഫ്റ്റൊക്കെ. അപ്പോൾ അവൾ പെൻ സ്റ്റാൻഡെന്നോ എന്തൊക്കെയൊക്കെ അവളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരു സ്ക്രീൻ ടൈം തന്നെ കൊടുക്കാണ്ട് കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ ഓരോരോ ഇഷ്ടങ്ങളിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ടൈം കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവളും ഇങ്ങനെ ഓരോ ക്രാഫ്റ്റ് കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും വീഡിയോയിൽ കാണിക്കണമെന്ന് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് സ്വീറ്റ് മെമ്മറീസ് അല്ലേ പിന്നെ ഒന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും. ഓക്കെ, സോ അതുകൊണ്ട് എൻ്റെയും മോളുടെയൊക്കെ ഈ ഒരു വെക്കേഷൻ പോയത് ഈ ഒരു രീതിക്കാണ്. വീട്ടിലുള്ള ജോലികളും ക്രാഫ്റ്റ് വർക്ക് ചെയ്തും ഹോസ്പിറ്റലിൽ ഈ വർഷം അങ്ങനെയൊക്കെ പോയും ഒക്കെ ആയിരുന്നു. സോ അങ്ങനെ അപ്പം അവൾ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പെൻ സ്റ്റാൻഡ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് ഞാൻ ആക്ച്വലി വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഡെലിവറി ഡേറ്റും അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇനി വീടൊക്കെ ഒന്ന് ഒതുക്കണം. അപ്പോൾ എൻ്റെ അമ്മയും മദർ ഇൻ ലോയും ആയിരിക്കും നിൽക്കുന്നത്. സോ അവർക്കും കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, എവിടെയൊക്കെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ആൻഡ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ലൈക്ക് ഞാൻ വയ്ക്കുന്ന സ്ഥലത്തല്ല അവരിപ്പോൾ വെക്കുന്നത്. ബട്ട് സ്റ്റിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനിയിപ്പോൾ എന്തായാലും അവരുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ലെറ്റ് ഹർ ഡു വാട്ട് എവർ ദേ വാണ്ട് എന്നുള്ള ഒരു ഇതിൽ എനിക്കൊരു ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ എത്തിയപ്പോഴത്തേക്ക് എന്നെക്കൊണ്ടും ഒട്ടും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഓൾമോസ്റ്റ് 8 monthsോളം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തത്. ഫസ്റ്റ് പ്രഗ്നൻസി മോളുടെ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. 7 month വരെ എല്ലാം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തത്. പിന്നെ ഈ ഒരു പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ 8 months വരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആരെങ്കിലും ഒന്ന് വേണം, പെട്ടെന്നൊരു ക്ഷീണം, ടയേർഡ്നെസ് ആയിരുന്നു എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ കൂടുതൽ ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം. അല്ലാണ്ട് എനിക്ക് ഒരു വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ടയേർഡ്നെസ്, ക്ഷീണം, എന്തോ ഭയങ്കര ഭാരിച്ച ജോലി ചെയ്തതുപോലെയൊക്കെ ആയിരുന്നു എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ഫീലായത്. ഓക്കെ, അപ്പം മോള് ഇങ്ങനെ ഇതുപോലെ ഗൂഗിളിലും ഒക്കെ നോക്കിയിട്ട് കുറേ ക്രാഫ്റ്റും ഒക്കെ ഇങ്ങനെ ചെയ്ത് കുറേയൊക്കെ വെക്കാറുണ്ട്. അവൾ തന്നെ ചെയ്യും. പിന്നെ പെയിൻറ്റിങ് അതുപോലെ ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ ബോക്സസ് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇതെല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്ത് പിന്നെ താഴത്തെ ഇതിൽ ഒരു പ്ലാറ്റ്ഫോം പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് പെന്നൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും, താഴോട്ടൊന്നും വീഴത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവൾ ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് ലൈക്ക് സോ മച്ച് എക്സൈറ്റഡ് ടു ഡു സച്ച് കൈൻഡ് ഓഫ് വർക്ക്സ്. അത് എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. ക്രാഫ്റ്റും ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും അങ്ങനെയൊക്കെ. അപ്പോൾ ഇവൾക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ വെക്കേഷൻ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും കുട്ടികൾക്കൊരു ആക്ടിവിറ്റി വേണ്ടേ. എപ്പോഴും ഈ TV അല്ലെങ്കിൽ ഫോണും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും എനിക്കതൊരു നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് തോന്നി. സോ അങ്ങനെ കുറേ ക്രാഫ്റ്റ് അവൾ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിതിൽ 1-2 മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഞാൻ ചെയ്യുമ്പോൾ അവൾക്ക് അവളുടേതായ കൈൻഡ് ഓഫ് ഇത് അവൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവൾ പെയിൻറ്റിങ് ഒക്കെ രണ്ടാമത് അവൾ ചെയ്ത്
ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും നമുക്ക് ഡെക്കറേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർസോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പിന്നെ പെയിൻറ്റിങ് നമ്മൾ രണ്ടാമതാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പിക്ക് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ ഇതുപോലെ വെക്കാം. കാർഡ്ബോർഡിൽ ചെയ്യാം, പക്ഷേ ഇവൾ നോർമൽ പേപ്പറിൽ അകത്ത് 1-2 പേപ്പറൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇങ്ങനെ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഐ ടോൾഡ് ഹർ ലൈക്ക് വെരി ഗുഡ്, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് അവൾ ചെയ്യുന്നല്ലോ അങ്ങനെ. സോ എന്തായാലും അത് നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ 5th സ്റ്റാൻഡേർഡിൽ ആയിട്ടുണ്ട് മോള്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കുറേ ബുക്സ് ബൈൻഡ് ഇടാനായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ബൈൻഡിങ് പ്രോസസ്സൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ വർഷം ഇവർക്ക് സ്കൂളിൽ നിന്ന് ബുക്സ് വന്നിട്ട് ലേറ്റായിട്ടാണ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഏപ്രിൽ എൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും കിട്ടാറുണ്ട്. വർഷം ലേറ്റ് ആയത് കൊണ്ട് തന്നെ നമുക്ക് ബുക്സ് എന്തായാലും ലേറ്റായിട്ടാണ് ബൈൻഡിങ് ചെയ്യാൻ പറ്റിയത്. അപ്പം സ്കൂൾ അടച്ചതിന് ശേഷം തന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവളുടെ യൂണിഫോംസൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ വെച്ചു. ഷൂസ് അതുപോലെ ചെറുതായോ വലുതായോ എന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷൂസ് എന്തായാലും വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് കുട്ടികൾ വളരും തോറും ഷൂസ് ഒന്ന് ഷോർട്ടായി വരുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കണം. എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഉള്ളത് അത് മതി എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബുക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ കുറേ ബുക്സ് അങ്ങനെ ബൈൻഡ് ചെയ്തു. ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് 3rd ട്രൈമസ്റ്ററിലാണ് ഞാനിപ്പം. സോ എനിക്ക് ഇരുന്നും കിടന്നും നിന്നും ഒക്കെയാണ് ഞാൻ ബൈൻഡ് ചെയ്ത്. ഒറ്റ ഇരിപ്പിൽ എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. പിന്നെ മോൾക്കും ആക്ച്വലി ബൈൻഡ് അവൾ ചെയ്യാനായിട്ട് പഠിച്ചു. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവൾ സ്കൂളിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴും തൊട്ടേ ഞാൻ എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് കീറത്തില്ല, നനയത്തില്ല. അതുകൊണ്ടാണ് എനിക്കും ഭയങ്കര അത് കംഫർട്ടബിളാണ്. പിന്നെ കഴിഞ്ഞ വർഷം തൊട്ട് മോളും ആക്ച്വലി 4th സ്റ്റാൻഡേർഡ് തൊട്ടാണ്, 3rd സ്റ്റാൻഡേർഡിൻ്റെ വെക്കേഷൻ ആ ഒരു സമയം തൊട്ട് മോളും ആക്ച്വലി ബൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ അവൾക്ക് പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ കുറേ ബുക്സൊക്കെ അവൾ ബൈൻഡ് ചെയ്യുമായിരുന്നു. സോ ഏതൊരു ആക്ടിവിറ്റി ആയിരുന്നാലും നമുക്ക് നല്ലൊരു ആക്ടിവിറ്റി കുട്ടികളത് പഠിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആക്ച്വലി പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. സോ അതുകൊണ്ട് തന്നെ ഐ ഓൾവേസ് ടീച്ച് ഹെർ ടു ഡു എല്ലാ കാര്യങ്ങളും പതുക്കെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ബുക്സൊക്കെ അവളുടേത് കുറേയൊക്കെ അവൾ ബൈൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഈ ഒരു സമയത്ത്, പ്രഗ്നൻസി സമയത്ത് എനിക്കത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. ബിക്കോസ് കുറച്ച് അവൾ ചെയ്യുന്നുണ്ട്, കുറച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ബുക്സും ബൈൻഡ് ചെയ്ത് വെച്ചു. 1st സെമസ്റ്റർ 2nd സെമസ്റ്റർ ആണ് ഇവർക്കുള്ളത് ഇവരുടെ സ്കൂളിൽ. അപ്പോൾ 2 സെമസ്റ്ററിലേക്കുള്ളത് ഒരുമിച്ച് നമ്മൾ ബൈൻഡ് ചെയ്ത് വെച്ചു. ബിക്കോസ് ഇനിയിപ്പം എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എൻ്റെ ആ ഒരു അവസ്ഥ എന്നറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ ബൈൻഡ് ചെയ്ത് അങ്ങനെ സ്കൂളിലേക്കുള്ള ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.